ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, എന്തിനാണ് നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്? പ്രത്യേകിച്ച് മലയാളികൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോകുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. എന്തിനാണ് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ? വേളാങ്കണ്ണി പരിശുദ്ധ അമ്മ ഒരു തറവാട്ടിലേക്ക്, അമ്മ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു പ്രതീതിയാണ് വേളാങ്കണ്ണി. ജസ്റ്റ് വർഷങ്ങളായിട്ട് എല്ലാ മാസവും പോകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മളെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ അടുത്ത സിസ്റ്റർ കണ്ടത്, ഒരു അപ്പച്ചൻ മക്കൾ എല്ലാവർക്കും, അവര് പുരുഷന്മാരായ എല്ലാവർക്കും, അവരുടെ ആ കുടുംബങ്ങൾ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറും അതിന് വേണ്ട മത്സ്യം, മാംസം എല്ലാതുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെച്ച് കുടിച്ച് ആനന്ദിച്ച് നമ്മളെ മദ്യപിച്ച് കടലിൽ പോയി മുങ്ങിത്താണ് വരാനുള്ള ഒരു സ്ഥലമല്ല വേളാങ്കണ്ണി മാത. അമ്മ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, പരിശുദ്ധ അമ്മ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, വേളാങ്കണ്ണി പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരമ്മ മാടി വിളിക്കുകയാണ്, മക്കളെ വരുവേ. വിളിപ്പുറത്തോടിയെത്തുന്ന അമ്മയും വിളിപ്പുറത്തോടിയെത്തുന്ന മക്കളും തമ്മിൽ കണ്ടുമുട്ടുന്ന, സംഗമിക്കുന്ന സ്ഥലമാണ് വേളാങ്കണ്ണി. അതിന് പകരം ഇവിടെ നിന്ന് രാത്രി സിഗരറ്റ് വലിച്ചും മദ്യം കൊണ്ട് മദ്യപിച്ചും, പിന്നീട് രാത്രി 12:30, 1 മണി, 2 മണി സമയത്തൊക്കെ സിനിമയും സീരിയലും ഡ്രാമയൊക്കെ, അതും ഈ ചെവിയിൽ വെച്ച് കേൾക്കുന്ന ആ പരിഷ്കാരം വിട്ട് എല്ലാവരും തന്നെ അത് ഉറക്കെ വെക്കുകയാണ്. പലപ്പോഴും സിസ്റ്റർ അലറി വിളിച്ച് പറയാറുണ്ട്, ഈ രാത്രി 12:30 ആരാണ് സിനിമ വെച്ചിരിക്കുന്നത്, ആരാണ് സീരിയൽ വെച്ചിരിക്കുന്നത്? അവർക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചെവിയിൽ വെക്കുന്ന പരിപാടിക്ക് പകരം ആ ബോഗിയിലുള്ള, ഇപ്പൊ S6 ആണെങ്കിൽ S6ലുള്ള എല്ലാവരും കേൾക്കണമെന്ന മട്ടില് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പോകുന്നതിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. വേളാങ്കണ്ണി മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അരുത്. നാം ചെയ്യുന്നത് തെറ്റ്, മറ്റുള്ളവർക്ക് ഉതപ്പ് നൽകുന്നു. മലയാളി എന്ന് അഭിമാനിക്കുന്ന നമുക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ അല്പം കൂടി ത്യാഗത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പ് നോറ്റും വരും തലമുറ അത് മനസ്സിലാകത്തക്ക വിധത്തിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് പോകാം. വേളാങ്കണ്ണി അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവരെയും വേളാങ്കണ്ണി അമ്മയുടെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.